കൃഷ്ണാമൃതം ചാനലിലേക്ക് എല്ലാ ഗോപിമാർക്കും സ്വാഗതം. നമുക്കറിയാം, ഇത് കാർത്തിക മാസമാണ്. കാർത്തിക മാസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അതായത് ഭഗവാൻ ശ്രീഹരിക്ക്, ഭഗവാൻ കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട മാസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് കാർത്തിക മാസം. അപ്പോൾ ഈ കാർത്തിക മാസത്തിന് ദാമോദര മാസം എന്നുകൂടി പേരുണ്ട്. അങ്ങനെ പേര് വരാൻ കാരണം ഈ കാർത്തിക മാസത്തിലാണ് കണ്ണൻ ദാമോദര ലീല, തൻ്റെ ബാല്യകാല ലീലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ വളരെ രസകരമായിട്ടുള്ളതുമായ ദാമോദര ലീല ആടുന്നത് ഈ കാർത്തിക മാസത്തിലാണ്. കാർത്തിക മാസത്തിൽ ഭഗവത് പ്രീതികരങ്ങളായുള്ള കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നത് വളരെ വേഗത്തിൽ നമുക്ക് ഭഗവാന്റെ പ്രീതി ലഭിക്കുന്നതിന് കാരണമാകുമെന്ന് പറയുന്നു. അതായത് ദാനധർമ്മങ്ങൾ ചെയ്യുക, വ്രതങ്ങൾ അനുഷ്ഠിക്കുക, പുണ്യ തീർത്ഥങ്ങളിൽ പോയി സ്നാനം ചെയ്യുക, ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുക, ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ കേൾക്കുകയും പറയുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഇങ്ങനെ ഒരുപാട് പുണ്യകരമായ കർമ്മങ്ങൾ നമുക്ക് ഈ ഭഗവാന് വേണ്ടി ഈ മാസം അനുഷ്ഠിക്കാൻ കഴിയും. അങ്ങനെ ചെയ്യുന്നത് വളരെ വേഗത്തിൽ നമുക്ക് അതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നതിന് കാരണമാകും. അപ്പം ഞാൻ മുന്നേ പറഞ്ഞല്ലോ, കാർത്തിക മാസത്തിന് ദാമോദര മാസം എന്നുകൂടി പേരുണ്ടെന്ന്. അപ്പോൾ ആ ദാമോദര മാസം എന്ന് പേര് വരാൻ കാരണം ഭഗവാന്റെ ദാമോദര ലീല ഈ മാസത്തിലാണ് നടക്കുന്നത്. അപ്പോൾ എന്താണ് ദാമോദര ലീല? അതാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാവർക്കും അറിയാം എന്ന്. എങ്കിൽ പോലും കൃഷ്ണഭക്തരായിട്ടുള്ള എല്ലാവർക്കും ഈ കഥ അറിയാൻ സാധിക്കും. കാരണം ഈ ഭഗവാന്റെ ബാല്യകാല ലീലകൾ ഇല്ലേ, വളരെ രസകരമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ കഥ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്. ഒരിക്കൽ അമ്പാടിയിൽ യശോദാമ്മ തൈര് കടഞ്ഞ് വെണ്ണ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം, അതായത് നമുക്കറിയാം, നന്ദഗോപർ എന്ന് പറയുന്നത് ഗോപന്മാരുടെ എല്ലാം നേതാവ് അല്ലെങ്കിൽ രാജാവാണ്. നന്ദഗോപർക്ക് ഏകദേശം 9 ലക്ഷത്തോളം പശുക്കൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അന്നത്തെ കാലത്ത് സമ്പത്തിൻ്റെ മാനദണ്ഡം, അല്ലെ ഒരാൾ ധനികനാണ് എന്ന് നമ്മൾ അളക്കുന്നത് അയാളുടെ കയ്യിൽ, അല്ലെ അയാളുടെ പക്കൽ എത്ര പശുക്കളുണ്ട് എന്ന് നോക്കിയിട്ടാണ്. ഇന്ന് നമുക്കറിയാം ഒരാൾക്ക് എത്ര വീടുകളുണ്ട്, എത്ര നിലയുള്ള വീടുണ്ട്, എത്ര കാറുകളുണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ് സമ്പത്ത് അല്ലേ എത്രയുണ്ടെന്നൊക്കെ നോക്കുന്നത്. എന്നാൽ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല, ഒരാൾക്ക് എത്ര പശുക്കളുണ്ട് എന്ന് നോക്കിയിട്ടാണ് അയാളുടെ സാമ്പത്തിക നില അളക്കുന്നത്. അപ്പോൾ ഈ നന്ദഗോപർക്ക് 9 ലക്ഷത്തിലധികം പശുക്കളുണ്ട്. അപ്പം നമുക്കറിയാം, ഇത്രയും പശുക്കളെയും കൂടിയൊക്കെ നോക്കണമെങ്കിൽ ഒരുപാട് അല്ലേ പരിചാരകരുടെ സഹായമൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത്രയും ഗോപന്മാരൊക്കെ അവിടെ സഹായിക്കാനുണ്ട് ഈ പശുക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അതേപോലെ ഇത്രയും പശുക്കളിൽ നിന്ന് ലഭിക്കുന്ന പാല് കാച്ചാനും അതുപോലെ വെണ്ണ തൈര് കടഞ്ഞ് വെണ്ണ എടുക്കാനും ഒക്കെ അവിടെ ഒരുപാട് ജോലിക്കാരുണ്ട്. പക്ഷേ എന്നിരുന്നാലും യശോദാമ്മ തൻ്റെ ഉണ്ണിക്കണ്ണന് കൊടുക്കാനുള്ള വെണ്ണ യശോദാമ്മ തന്നെ കടഞ്ഞെടുക്കുകയാണ് പതിവ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ് ഇല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കൊടുക്കുമ്പോഴാണ് ഇല്ലേ അമ്മമാർക്കെല്ലാം ഒരു സംതൃപ്തി. അവരെ ഏറ്റവും ബെസ്റ്റ് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്നാണ് ഓരോ അമ്മമാരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് യശോദാമ്മയും. യശോദാമ്മയ്ക്ക് യശോദാമ്മയുടെ കൈകൊണ്ട് തന്നെ തൈര് കടഞ്ഞ് നറുവെണ്ണയെടുത്ത് അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും നല്ല ആ നവനീതം കണ്ണന് കൊടുക്കണം. അതാണ് യശോദാമ്മയുടെ ആഗ്രഹം. അപ്പോൾ യശോദാമ്മ തൻ്റെ കണ്ണന് വേണ്ടിയിട്ടുള്ള വെണ്ണയൊക്കെ ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ണൻ ഉറക്കമൊക്കെ. അപ്പോൾ കൃഷ്ണൻ ഉറക്കം എഴുന്നേറ്റ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഉറക്കം എഴുന്നേറ്റ് വന്ന കൃഷ്ണൻ നോക്കുമ്പോൾ അമ്മയിരുന്ന് തൈരൊക്കെ കടഞ്ഞ് വെണ്ണ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ അടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞൊക്കെ വന്നിട്ട് അമ്മയുടെ മടിയിൽ കയറിയിരുന്ന്
പാല് കുടിക്കാൻ തുടങ്ങി. അപ്പോൾ യശോദാമ്മ ഭയങ്കര സന്തോഷത്തോടെ ആനന്ദത്തോടെ തൻ്റെ ആ കുഞ്ഞു മകനെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അടുക്കളയിൽ അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാല് തിളച്ച് തൂവുന്നത് യശോദാമ്മ കണ്ടത്. അപ്പോൾ യശോദാമ്മ ഒരു വലിയ പാത്രത്തിലായിരിക്കണം പാല് കാച്ചാൻ വെച്ചത്. നമ്മുടെ പോലെ വളരെ കുറച്ച് പാലൊന്നും ആയിരിക്കത്തില്ല കാച്ചുന്നത്, വലിയ പാത്രത്തിൽ. അതുകൊണ്ടായിരിക്കണം ആ പാല് ചൂടാകുന്നതിനിടയിൽ ഈ ഒരു ജോലി ചെയ്യാമെന്ന് യശോദാമ്മ വിചാരിച്ചത്. അപ്പോഴാണ് കണ്ണൻ വന്ന് പാല് കുടിക്കാൻ തുടങ്ങിയതും അടുപ്പത്തിരിക്കുന്ന പാല് തിളച്ചു തൂവുന്നതും കണ്ടതും. ഉടനെ യശോദാമ്മ എന്ത് ചെയ്തു? മറ്റൊന്നും ചിന്തിച്ചില്ല. നമ്മളും ഇതുപോലെയാണല്ലേ, ചിലപ്പോൾ പാലടുപ്പത്ത് വെച്ചിട്ട് മറ്റെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുമ്പോഴേക്കായിരിക്കും പാല് തിളച്ചു തൂവുന്നത്. ഉടനെ നമ്മൾ ഓടി വന്നിട്ട് അല്ലേ പാല് വാങ്ങി വെക്കും എന്ന് പറയുന്നത് പോലെ യശോദാമ്മ എന്ത് ചെയ്തു? തൻ്റെ ഉണ്ണിക്കണ്ണനെ മടിയിൽ നിന്നെടുത്ത് താഴെ നിർത്തിയിട്ട് ഓടി അടുക്കളയിലേക്ക് പാല് വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട്. ഇല്ലേ, എല്ലാം തൂകിപ്പോവില്ലേ? അപ്പോൾ ഇത് ഉണ്ണിക്കണ്ണന് ദേഷ്യമായി. അങ്ങോട്ട് പാല് കുടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, വിശപ്പ് അങ്ങോട്ട് മാറിയതും ഇല്ല. അതിനു മുമ്പ് താൻ്റെ അമ്മ എഴുന്നേറ്റ് പോയി. അപ്പം നമുക്കറിയാം ചില കുട്ടികളൊക്കെ എങ്ങനെയാണ് അല്ലേ, അവർക്ക് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തൃപ്തിയായില്ലെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് തൃപ്തിയായില്ലെങ്കിലൊക്കെ ഭയങ്കര നിർബന്ധവും ദേഷ്യമൊക്കെ അവർ കാണിക്കും എന്ന് പറയുന്ന കണക്ക് നമ്മുടെ ഉണ്ണിക്കണ്ണനും ദേഷ്യമായി. അപ്പോൾ ഉണ്ണിക്കണ്ണൻ എന്ത് ചെയ്തു? അവിടെ ഇരുന്ന അമ്മ തൈര് കടഞ്ഞുകൊണ്ടിരുന്ന ആ കടക്കോലെടുത്തിട്ട് തൈർക്കുടം അങ്ങ് ഉടച്ചു കളഞ്ഞു. അത് അടിച്ച് ഉടച്ചു കളഞ്ഞു. ചിലർ പറയുന്നത് ഓടക്കുഴലെടുത്ത് അടിച്ചു എന്നാണ്. എന്തായാലും കണ്ണൻ തയർ കടഞ്ഞുകൊണ്ടിരുന്ന കലം അടിച്ചങ്ങ് പൊട്ടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പുറം ഇരുന്ന കലങ്ങളിൽ നിന്നൊക്കെ വെണ്ണയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പയ്യെ വിശന്നിരുന്നു. കണ്ണന് വിശന്നു. നമുക്ക് കണ്ണനെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം കണ്ണന് വിശക്കുകയാണ്. അമ്മ ആണെങ്കിൽ പാല് കുടിച്ച് തീരുന്നതിന് മുമ്പ് അമ്മ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അപ്പോൾ കണ്ണൻ എന്ത് ചെയ്തു? കുറച്ച് വെണ്ണയൊക്കെ അപ്പുറത്ത് പോയി കലത്തിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് പയ്യെ മുറ്റത്ത് പോയിട്ട് അവിടെ ഒരു തടി കൊണ്ടുണ്ടാക്കിയ ഉരൽ കിടപ്പുണ്ട്. ആ ഉരലിൻ്റെ മുകളിൽ കയറിയിരുന്ന് വെണ്ണയൊക്കെ തിന്നാൻ തുടങ്ങി. അപ്പോൾ അവിടെ ചുറ്റുപാടും കുറച്ച് ഈ വാനരന്മാരുണ്ട്. അവർക്കും കുറച്ചൊക്കെ കൊടുത്ത് കണ്ണനും അങ്ങനെ തിന്ന് ആസ്വദിച്ചൊക്കെ ഇങ്ങനെ കൈയൊക്കെ നക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് അമ്മ തിരിച്ചു വരുന്നത്. അമ്മ തിരിച്ചു വന്ന് നോക്കുമ്പോൾ എന്താ, തറയാകെ തൈര് പരന്നിങ്ങനെ കിടക്കുകയാണ്. അപ്പം അമ്മയ്ക്ക് മനസ്സിലായി ഇതാ കുറുമ്പൻ്റെ വേലയാണ്. അപ്പോൾ ഈ കുറുമ്പനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് അമ്മ ഒരു വടിയൊക്കെ എടുത്തിട്ട് കണ്ണൻ്റെ അടുക്കിലേക്ക് വരും. അപ്പം കണ്ണൻ നോക്കുമ്പോൾ അമ്മ അടിക്കാൻ വരികയാണ്. കണ്ണൻ എന്ത് ചെയ്യും? കുഞ്ഞിക്കണ്ണൻ കുഞ്ഞിക്കാലൊക്കെ വെച്ചിട്ട് ഓടാൻ തുടങ്ങി. അപ്പോൾ യശോദാമ്മ പുറകെ ഓടാൻ തുടങ്ങി. പക്ഷേ കുഞ്ഞിക്കണ്ണനെ പിടികിട്ടു ഇല്ല. കുഞ്ഞിക്കണ്ണൻ അവിടെ എല്ലാമായിട്ട് അമ്മയെ ഓടിച്ചു. അവസാനം കണ്ണന് എന്നെ അമ്മ ക്ഷീണിക്കുന്നത് കണ്ട് കണ്ണന് എന്നെ വിഷമായി. ഇനി അമ്മയെ ഓടിക്കണ്ട. അവസാനം കണ്ണൻ പിടികൊടുത്തു. അപ്പോൾ യശോദാമ്മ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് യശോദാമ്മയ്ക്ക് കണ്ണൻ്റെ ചേഷ്ടകളും ആ പേടിയൊക്കെ കണ്ടിട്ട് ഉള്ളിൽ ചിരിയാണ് വരുന്നത്. പക്ഷെ അത് പുറമേ കാണിക്കാൻ പറ്റത്തില്ല. കണ്ണനെ ഒന്ന് പേടിപ്പിക്കണം. അവൻ്റെ കുറുമ്പുകൾ കൂടുന്നുണ്ട്, അതുകൊണ്ട് അവനെ ഒന്ന് പേടിപ്പിക്കണം. അപ്പോൾ യശോദാമ്മയുടെ കയ്യിൽ വടിയുണ്ട്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, 2 തല്ലവന് കൊടുക്കാം. പക്ഷേ യശോദാമ്മയ്ക്ക് തല്ലി നോവിക്കാൻ ഇഷ്ടമില്ല കണ്ണനെ. അതാണ് ഗോപികമാരൊക്കെ വന്ന് ദിവസേന പരാതി പറച്ചിലാണ് കണ്ണനെ പറ്റി. വീട്ടിലെ വെണ്ണ കഴിക്കില്ല. കണ്ണൻ എന്ത് ചെയ്യും? ചുറ്റുപാടുമുള്ള വീട്ടിലെ വെണ്ണകൾ പോയി കട്ട് തിന്നും. അപ്പം ഇങ്ങനെ പരാതികളൊക്കെ വന്നാലും യശോദാമ്മ മകനെ തല്ലിയിട്ടില്ല. അപ്പം ഓരോരുത്തരും വന്ന് പരാതി പറയുമ്പോൾ അവരുടെ പരാതി പരിഹരിച്ചു കൊടുക്കും. ഇപ്പം അവരുടെ കലം പൊട്ടിച്ചെങ്കിൽ അത്രയും കലം യശോദ കൊടുക്കും. ഇപ്പം അവരുടെ പാല് തട്ടിക്കളഞ്ഞെങ്കിൽ അത്രയും പാല് യശോദ കൊടുക്കും. അങ്ങനെ പരിഹരിക്കും. എന്നാലും കണ്ണനെ യശോദാമ്മ ഒരിക്കലും തല്ലത്തില്ല, നോവിക്കത്തില്ല. അപ്പോൾ യശോദാമ്മയ്ക്ക് അത്രയ്ക്ക് സ്നേഹമാണ് തൻ്റെ മകനോട്. പക്ഷേ ഈ ഒരു കുറുമ്പ് കണ്ണനെ ഒന്ന് പേടിപ്പിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് യശോദാമ്മ എന്ത് ചെയ്യുന്നത്? കണ്ണനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയും, ഇന്ന് നിന്നെ ഞാൻ ഈ ഉരലിൽ കെട്ടിയിടും. എന്നിട്ട് നീ അവിടെ കിടക്ക്. നിൻ്റെ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട്. മറ്റു ഗോപികമാർ വന്ന് പറയുമ്പോഴൊന്നും ഞാൻ നിന്നെ തല്ലിയിട്ടില്ല. പക്ഷെ ഇന്ന് നിൻ്റെ കുറുമ്പ് അതിര് കടന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് നിന്നെ ഞാൻ
എന്ന് പറഞ്ഞിട്ട് യശോദാമ്മ കണ്ണനെ ആ തടി കൊണ്ടുള്ള ഉരലിൽ പിടിച്ച് കെട്ടിയിടുകയാണ്. അപ്പോൾ ഇങ്ങനെ കെട്ടിയിടുന്നതിന് മുമ്പ് ഈ കെട്ടിയിടാൻ നോക്കുമ്പോൾ കയറിന് ഒരങ്കുലം നീളം കുറവാണ്. അപ്പോൾ യശോദാമ്മ ഇതെന്ത്, അപ്പോൾ ഗോപിയമാർക്കും കൗതുകമാവും, ആ കണ്ണനെ പിടിച്ച് കെട്ടിയിടിയല്ലേ, ആ കുറുമ്പന് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും ഇതൊരു രസമാണ്. ഇങ്ങനെ അവരെന്ത് ചെയ്തു, കയറെടുത്തുകൊണ്ട് കൊടുത്തു. അപ്പോൾ യശോദാമ്മ കയറ് കൂട്ടിക്കെട്ടിയിട്ട് വീണ്ടും കണ്ണനെ ചേർത്ത് കെട്ടാൻ നോക്കുമ്പോൾ ഒരങ്കുലം കുറവ്, വീണ്ടും കയറ് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോഴെല്ലാം ഒരങ്കുലത്തിൻ്റെ കുറവ്. അതേ ഈ ജഗത്തിൻ്റെ ആധാരമായിട്ടുള്ള ഭഗവാനെ അങ്ങനെ ഒരാൾക്ക് വേഗം പിടിച്ച് കെട്ടാൻ പറ്റുമോ? ഇല്ല. പക്ഷേ യശോദാമ്മ അന്നേരം വിഷമിച്ചു, ഷോ ഇവനെ കെട്ടിയിടാനും പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ വിഷമിച്ചപ്പോൾ ഭഗവാൻ അവിടെ കീഴടങ്ങിയാണ്. ആ യശോദാമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ യശോദാമ്മയ്ക്ക് വേണേ 2 തല്ലു കൊടുക്കാവുന്നതേ ഉള്ളൂ, ഇല്ലേ, കെട്ടിയിടണമെന്നില്ല. പക്ഷേ ആ അമ്മയ്ക്ക് അത്രത്തോളം സ്നേഹവും ഭക്തിയെല്ലാം ആ കണ്ണനോടുണ്ടെന്ന് കണ്ണൻ അറിയാം. അതുകൊണ്ട് കണ്ണൻ അവിടെ കീഴടങ്ങി. അപ്പം ഭഗവാൻ കീഴടങ്ങുന്നത് ഭക്തിയും സ്നേഹത്തിൻ്റെയും മുന്നിലാണ് ഭഗവാൻ കീഴടങ്ങുന്നത്. അല്ലാതെ നമ്മൾ ഭഗവാനെ കീഴടങ്ങാൻ പോയാൽ നമുക്കൊരിക്കലും സാധിക്കില്ല. ഭക്തിയും സ്നേഹവും, ഭഗവാനോടുള്ള സ്നേഹവും ഉണ്ടെങ്കിൽ ഭഗവാൻ സ്വമേധയാ നമുക്ക് കീഴടങ്ങും. അപ്പോൾ അങ്ങനെ ഭഗവാൻ അനുവദിച്ചു. അങ്ങനെ ഭഗവാനെ കെട്ടിയിടാനായിട്ട് പറ്റി. എന്നിട്ട് യശോദാമ്മ, കുറുമ്പ നീ അവിടെ കിടക്കുക, ഇന്ന് നീ ഒരു പാഠം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് യശോദാമ്മ അടുത്ത ജോലിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വേറെ ഗോപികമാരും ഉണ്ട്. അവരും ഒക്കെ വന്ന് ഇത് കണ്ട് ചിരിച്ചിട്ട് കണ്ണൻ്റെ മുഖത്തെ ഭാവങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിഷ്കളങ്കനായിട്ട് അല്ലേ, നിസ്സഹായനായിട്ടൊക്കെ നിൽക്കുന്ന കണ്ണനെ കണ്ടിട്ട് അവരും ചിരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും പോകുന്നിടം വരെ കണ്ണൻ വളരെ നല്ല കുട്ടിയായിട്ട് അങ്ങനെ അനങ്ങാതെ നിന്നു. പക്ഷെ എല്ലാവരും അവിടെ നിന്നും മാറി എന്ന് കണ്ടപ്പോൾ ആ ആൾ പയ്യെ നടക്കാൻ തുടങ്ങി. ആ ഉരലൊക്കെ മറിച്ചിട്ട് അതിനെയും വലിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. അതിനെ നടന്ന് കുറച്ച് അകലെ നിൽക്കുന്ന 2 മരുതുമരങ്ങൾക്ക് അടുക്കലേക്കാണ് കണ്ണൻ പോയത്. അപ്പോൾ ആ മരുതുമരങ്ങളെന്ന് പറഞ്ഞാൽ അതിന് ഒരു ചെറിയ വിടവ് മാത്രമാണ് ആ 2 മരങ്ങൾക്കും, അത്രയ്ക്കടുത്താണ് ആ 2 മരങ്ങളും നിൽക്കുന്നത്. അപ്പം കണ്ണൻ എന്ത് ചെയ്യും, ആ കണ്ണൻ കുഞ്ഞല്ലേ, ആ വിടവുകൾക്കിടയിലൂടെ കണ്ണൻ അപ്പുറം കിടക്കും. അപ്പോൾ ഉരലിപ്പുറവും കണ്ണൻ അപ്പുറവും. അപ്പോൾ എന്നാലും കണ്ണന് മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ. കണ്ണൻ എന്ത് ചെയ്യും, മുന്നോട്ട് നടക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഉരല് അവിടെ നിൽക്കുന്നു. അപ്പോൾ കണ്ണൻ ശക്തിയോടെ ഈ ഉരലിനെ വലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ 2 വലിയ മരുതുമരങ്ങളും താഴേക്ക് നിലം പതിക്കുന്നു. അപ്പോൾ ആ താഴേക്ക് നിലം പതിച്ചു കഴിയുന്ന ഉടനെ അതിൽ നിന്ന് 2 ദിവ്യന്മാരായിട്ടുള്ള പുരുഷന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ട് അവർ ഭഗവാനെ, ഈ ഉണ്ണിക്കണ്ണനെ സ്തുതിക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ ആശീർവാദവും വാങ്ങി അവർ അപ്രത്യക്ഷരാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മരങ്ങൾ വീണതിന് ശേഷമാണ് ഈ ഗോപന്മാരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നത്. അപ്പം അതിനിടയിൽ ചെറിയൊരു കാര്യം കൂടി പറയാം. ഈ മരങ്ങൾ എന്ന് പറയുന്നത് ആ 2 ദിവ്യന്മാരായിട്ടുള്ള പുരുഷന്മാർ, അത് എങ്ങനെയാണ് അവർ മരങ്ങളായി എന്ന് വെച്ചാൽ അത് കുബേരനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. രാവണൻ്റെ ജ്യേഷ്ഠനാണ്, ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ് കുബേരൻ എന്ന് പറയുന്നത്. കുബേരനാണ് സമ്പത്തിൻ്റെയൊക്കെ അധിപൻ, അതുപോലെ ദിക്പാലകരിൽ ഒരാളാണ് കുബേരൻ. അപ്പോൾ ഈ കുബേരനാണ് പണ്ട് ശ്രീലങ്ക ഭരിച്ചിരുന്നത്. കുബേരനിൽ നിന്നും ലങ്ക രാവണൻ തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. പുഷ്പക വിമാനവും കുബേരൻ്റെയാണ്. അപ്പോൾ അത് രാവണൻ തട്ടിയെടുത്തിട്ട് ആ പുഷ്പ വിമാനത്തിലാണ് സീതാദേവിയെ തട്ടിക്കൊണ്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഈ രാവണൻ ലങ്ക പിടിച്ചെടുത്തപ്പോഴത്തേക്കും കുബേരൻ താമസം എന്ത് ചെയ്യുന്നു, തൻ്റെ കുടുംബത്തോടൊപ്പം താമസം കൈലാസ പർവ്വതത്തിനടുത്തേക്ക് മാറ്റുകയാണ്. അപ്പോൾ കൈലാസ പർവ്വതം അറിയാലോ നമുക്ക്, മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയൊക്കെ വാസസ്ഥാനമാണ്. അപ്പോൾ ഈ കുബേരൻ്റെ 2 മക്കളാണ് നളകുബേരനും മണിഗ്രീവനും. അപ്പോൾ ഈ 2 പേരും ഭയങ്കര അഹങ്കാരികളായിരുന്നു. എന്ന് വെച്ചാൽ അച്ഛൻ സമ്പന്നനാണല്ലോ, ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള അച്ഛൻ്റെ മക്കളാണ്, അതേപോലെ സൗന്ദര്യമുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഇവർ ഭയങ്കര അഹങ്കാരികളായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, കുറേ സുന്ദരിമാരായ സ്ത്രീകളും ഒക്കെ ആയിട്ട് വന്നിട്ട് ഈ പുണ്യ നദിയായിട്ടുള്ള ഗംഗയിൽ ഇറങ്ങിയിട്ട് പൂർണ്ണ നഗ്നരായിട്ട് നിന്ന് ഓരോ കാമകേളികളിൽ ഏർപ്പെട്ടു. അപ്പോൾ ഗംഗാനദി പുണ്യ നദിയാണ്. ആ നദിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തുകൂടാത്തതാണ്. ഈ സമയം നമ്മുടെ
ശിവപാർവതിമാരെ ദർശിക്കാനായിട്ട് നാരദമുനി അവിടെ എത്തുകയും അദ്ദേഹം കാലം നനയ്ക്കുന്നതിനായിട്ട് ഈ ഗംഗയിലേക്ക് വരുമ്പോൾ ഈ ഒരു രംഗമാണ് കാണുന്നത്. അപ്പം നാരദമുനിയെ കണ്ടിട്ട് സ്ത്രീകളെല്ലാം വേഗം കരയ്ക്ക് കയറി വസ്ത്രങ്ങൾ ധരിച്ച് മാറി നിൽക്കും. പക്ഷേ ഈ നള കുബേരനും മണിഗ്രീവനും അവർക്ക് അഹങ്കാരം വന്നിട്ട് അവർ നാരദമുനിയെ മാനിക്കുകയില്ല. അപ്പം നാരദമുനിയെ മാനിക്കാതെ ഇങ്ങനെ, അതായത് തികച്ചും അഹങ്കാരം കൊണ്ട് ബോധം നശിച്ചവരായിട്ടുള്ള അവരെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ നാരദമുനി ഇവരെ ശപിക്കും. നിങ്ങൾ ചേതനയേറ്റ 2 മരങ്ങളായിട്ട് പോകട്ടെ, ബോധമില്ലാത്ത 2 മരങ്ങളായിട്ട് നിങ്ങൾ പോകട്ടെ എന്ന് പറയും. അപ്പോൾ ഈ ശാപം കിട്ടി കഴിയുമ്പോഴാണ് ഇവർക്ക് ബോധോദയം ഉണ്ടാകുന്നത്. ഇവർ കരയ്ക്ക് കയറിയിട്ട് നാരദമുനിയോട് ക്ഷമാപണം നടത്തും. അപ്പം നാരദമുനി മനസ്സലിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ശാപമോക്ഷം നൽകും. അദ്ദേഹം പറയും, ദ്വാപരയുഗത്തിൻ്റെ അവസാനം ഭഗവാൻ കൃഷ്ണൻ തൻ്റെ യശോദാമ്മയുടെ വളർത്തുപുത്രനായിട്ട് അമ്പാടിയിൽ കുറച്ച് നാൾ കാണും. ആ ഒരു സമയം നിങ്ങൾക്ക് അദ്ദേഹം ശാപമോക്ഷം നൽകും എന്ന് പറഞ്ഞ് നാരദമുനി അവർക്ക് ശാപമോക്ഷം കൊടുത്തു. അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ ഇവർ ആണ് മരുതുമരങ്ങളായിട്ട് ആ അമ്പാടിയിൽ വളരുന്നത്. അവർ ഭഗവാൻ എന്ന് വരും, ഭഗവാന്റെ ആ വരവിനായിട്ട് അവരവിടെ വർഷങ്ങളോളം കാത്തിരിക്കുകയാണ്. അപ്പോൾ നന്ദഗോപര് പറയുന്നുണ്ട്, ഈ വൃക്ഷങ്ങൾ നന്ദഗോപരുടെ മുത്തച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ മുത്തച്ഛൻ്റെ കാലഘട്ടത്തിലെ ഈ മരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് എന്ന് വന്നു എന്നൊട്ട് പണ്ട് മുതലേ ഉള്ള വൃക്ഷങ്ങളാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കാലപ്പഴക്കം എത്രയെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ മരുതുമരങ്ങൾ വീട് നിർമ്മാണത്തിനൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ആരും ആ വൃക്ഷങ്ങളെ വെട്ടിയിട്ടുമില്ല. അപ്പോൾ ഈ ദിവ്യന്മാരായിട്ടുള്ള ഈ 2 പേര് വന്ന് പോയി കഴിയുമ്പോഴാണ് ഗോകുലവാസികളെല്ലാം മരം വീഴുന്ന ശബ്ദം കേൾക്കുന്നത്. അതായത് മരം വീണ് കുറച്ച് കഴിഞ്ഞിട്ടാണ് മരം വീഴുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ ശബ്ദം കേട്ടിട്ട് ഇവർ ഓടി വരികയാണ്. ഈ നന്ദഗോപരും യശോദാമിയും മറ്റു ഗോപന്മാരും ഗോപികമാരും എല്ലാം ഓടി വരുമ്പം കാണുന്നത് 2 വലിയ ഈ മരങ്ങൾ കടപുഴകി കിടക്കുന്നു. അതിൻ്റെ നടുക്കായിട്ട് ഉണ്ണിക്കണ്ണൻ പേടിച്ച് കരഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ദൃശ്യം കാണുമ്പോൾ നന്ദഗോപര് ആകെ ഞെട്ടിപ്പോവും. നന്ദഗോപര് ഓടിച്ചെന്ന് തൻ്റെ പൊന്നുണ്ണി മകനെ വാരിയെടുത്ത് അവൻ്റെ ദേഹത്തൊക്കെ പറ്റിയിരിക്കുന്ന മണ്ണൊക്കെ തുടച്ച് കളഞ്ഞ് അവന് ഇഷ്ടം പോലെ ഉമ്മ കൊടുക്കും. അപ്പോൾ ഈ സമയം യശോദാമ്മ കരഞ്ഞുകൊണ്ടോടി നന്ദഗോപരുടെ അരികിലേക്ക് വരുമ്പോൾ നന്ദഗോപര് കുറേ ശകാരിക്കും യശോദയെ. എന്നിട്ട് കുഞ്ഞിനെ കൊടുക്കില്ല കുറച്ച് നേരത്തേക്ക്. അവസാനം ക്ഷമാപണമൊക്കെ നടത്തി കഴിയുമ്പോഴാണ് യശോദയുടെ കയ്യിലേക്ക് കണ്ണനെ കൊടുക്കുന്നത്. അപ്പം യശോദാമ്മ എന്ത് ചെയ്യും? യശോദാമ്മയ്ക്ക് താൻ ചെയ്ത ആ തെറ്റിൽ ഭയങ്കര സങ്കടമാകും. അയ്യോ, എന്താണ് ഞാൻ ഈ ചെയ്തത്? ഇത്തിരി ഇല്ലാതെ കുഞ്ഞിനെ പിടിച്ച് ഞാൻ കെട്ടിയിട്ടല്ലോ. അപ്പം എല്ലാവരും യശോദാമ്മയെ ശകാരിക്കും ഇങ്ങനൊരു കാര്യം ചെയ്തതിൽ. അപ്പം യശോദാമ്മയ്ക്ക് ആകെ സങ്കടമായി. എന്നാൽ യശോദാമ്മ എന്ത് ചെയ്യും? കുഞ്ഞിനെ കൊണ്ടുപോയി കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് അവന് വയറ് നിറയെ പാലും എണ്ണയൊക്കെ കൊടുത്ത് അവനെ കിടത്തി ഉറക്കുകയാണ്. അപ്പോൾ ഇതാണ് ഭഗവാന്റെ ആ ഒരു ദാമോദര ലീല. ദാമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കയറ്, ഉദരം, വയറ്. അപ്പോൾ ആ കയറ് ഉദരത്തിൽ ധരിച്ചവൻ, അതാണ് ദാമോദരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദാമോദര ലീല ഭഗവാൻ ആടിയത് കാർത്തിക മാസത്തിലാണ്. അപ്പോൾ ദാമോദരാഷ്ടകം പോലെയുള്ള കീർത്തനങ്ങളൊക്കെ നമ്മൾ ഈ ദാമോദര മാസത്തിൽ ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ദാമോദരാഷ്ടകം മാത്രമല്ല, നമുക്ക് എന്തൊക്കെ ഗ്രന്ഥങ്ങൾ, പുണ്യഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ പറ്റുമോ? നാരായണീയം, ഭഗവത്ഗീത, ഭാഗവതം, അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഓം ദാമോദരായേ നമ. ഓം ദാമോദരായേ നമ. ഓം ദാമോദരായേ നമ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞ് ദാമോദരൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.